ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടിയും ജീവരാജും കൂടി അങ്ങനെ സംസാരിക്കാൻ കേട്ടോ. എന്നാൽ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഗോകുലിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അരവിന്ദനും മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഇത് കണ്ടിട്ട് പറയണേ, എന്തായാലും നീ ഇപ്പോൾ മഞ്ചാടിയുമായി വലിയ കൂട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ അവരുടെ ഫ്രണ്ട്സുകൾ ചോദിക്കുമ്പോൾ അവൻ പറയണേ, എനിക്ക് ഗോകുലേട്ടനെ അവൾ ചതിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവളുമായി കൂടാൻ തോന്നുന്നില്ല. അവൾ കൂടാനൊക്കെ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് അവളുമായി ഫ്രണ്ട്ഷിപ്പ് ഒന്നും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ആഷിഫ് അലി നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ആഷിഫ് അലിയുടെ അടുത്തോട്ട് ഇങ്ങനെ ഇവർ ചെല്ലാണ്. അപ്പോൾ ഉള്ളെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആഷിഫ് അലിയോട് പറയണം, ആഹാ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, എന്തായാലും മഞ്ചാടിയുടെ ഒരു കരുണ കാരണം നിങ്ങൾ പുറത്തോട്ട് വന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മഞ്ചാടിയുടെ കരുണ കൊണ്ടൊന്നല്ല, ഇപ്പോൾ ജീവരാജിന് നല്ലൊരു ടോപ്പ് റാങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവന് പഠനത്തിനോട് കുറച്ച് താല്പര്യമുള്ളവനാണ്, അവന് നല്ല നിലയ്ക്ക് എത്തണം. അതിന് ഈ കേസും കൂട്ടൊക്കെ 7 വർഷത്തോളം ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ അത് അവൻ്റെ പഠിപ്പിനെ ബാധിക്കും. അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, എന്തായാലും 7 വർഷം നിങ്ങൾക്ക് ശിക്ഷയൊക്കെ കിട്ടിയിരുന്നു. ഈ മഞ്ചാടിയുടെ കരുണ കൊണ്ടല്ലേ നിങ്ങൾ പുറത്തിറങ്ങിയത് അല്ലടോ എന്ന് തന്നോട് ഞാൻ പറഞ്ഞില്ലേ. നീ അതൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എന്തായാലും കരുണ കിട്ടിയിരിക്കുന്നത് ഈ മഞ്ചാടിയിൽ നിന്നൊന്നുമല്ല. ഞങ്ങൾക്ക് വക്കീലിനെ വെച്ച് നല്ല കേസ് വാദിക്കാൻ അറിയുന്ന വക്കീലാണ്, അയാൾ ഞങ്ങളെ പുറത്ത് കൊണ്ടുവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ചെയ്യായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ഗോകുലിൻ്റെ കൂട്ടുകാർ പറയാണ്. അപ്പോൾ ഉടൻ തന്നെ അതുകൊണ്ടെല്ലാം എന്ന് തന്നോട് പറഞ്ഞില്ലേ, ഇപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിനാണ്. എന്തായാലും മഞ്ചാടി കാരണം രക്ഷപ്പെട്ടു. അല്ല, ഇനിയിപ്പോൾ ഈ മദ്യത്തിൻ്റെ ഈ കേസും കാര്യങ്ങളൊന്നും ഇനി ഇല്ലേ, ലഹരിക്കൊന്നും പോകുന്നില്ലേ, നിങ്ങൾ ചെയ്ത പ്രവൃത്തി അതാണല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണെന്ന് പറയുമ്പോൾ, എന്താ തനിക്കിതിൽ പങ്കാളിയാവാനാണ്? അല്ല, വേണമെങ്കിൽ ഞാനാവാട്ടോ, ജീവരാജ് ഇനി പഠിപ്പുമായി പോവുകയാണെങ്കിൽ ഞാനാവാം. അത് ഞാൻ നിലവാരമുള്ള ആളുകളുമായിട്ടാണ് സംസാരിക്കുകയും കൂട്ടൊക്കെ കൂട്ടുള്ളൂ, നിന്നെപ്പോലെ ഈ നരുന്തുകളായിട്ട് ഞാൻ എന്തായാലും ഉണ്ടാവില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരങ്ങ് പോവാണ്. ഇതേ സമയം മഞ്ചാടിയും ജീവരാജ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് വരുന്ന ആ ഒരു രംഗം തന്നെയാണ് കേട്ടോ. പിന്നീട് പ്രതിഭയുടെ അച്ഛനും അമ്മയാണ് കാണിക്കുന്നത്. അങ്ങനെ പ്രതിഭയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ സത്യൻ്റെ വീട്ടിൽ വന്നിറങ്ങാണ്. അപ്പോഴേക്കും പ്രതിഭ ഓടി ചെല്ലണം, അച്ഛാ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ അമ്മക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ അമ്മയെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ സോനയും ഭാനുമയും പുറത്തോട്ട് വരുന്ന പ്രതിഭ രാവിലെ തുടങ്ങിയതാണ് അമ്മയും കാത്തിരിക്കൽ, അമ്മയും അച്ഛനെയും കാത്തിരിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള ആ ഭാവത്തിൽ തലയിട്ട് ആട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തലയിട്ട് ആട്ടുന്നത് കാണുമ്പോൾ സോന പുറത്തോട്ട് വരികയാണ്. അങ്ങനെ സോനയോട് ചോദിക്കുകയാണ്, എവിടെ സുശീല, എവിടെ? അകത്തുണ്ട്, അകത്തിരിപ്പുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ഞങ്ങളൊന്ന് പോട്ടെ. അപ്പോഴേക്കും ഭാനുമ പിറകെ പോവുകയാണ്. അപ്പോൾ ഭാനുമയെ സോന പിടിച്ച് നിർത്തുകയാണ്. നമ്മൾ ആ സംസാരത്തിനിടയിൽ പോവാതിരിക്കുകയാണെന്നല്ലേ, നമുക്ക് ഇവിടെ നിൽക്കാമെന്ന് പറയണ്ട. അങ്ങനെ സുശീല തലയും പൊത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരു തിരിച്ചടിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന ഭാവത്തിലിരിക്കുമ്പോൾ സുശീലേ എന്ന് പറഞ്ഞ് സുധൻ വിളിക്കണ്ട. സുധൻ്റെ ആ വിളി കേൾക്കുമ്പോൾ തന്നെ സുശീലൊക്കെ അടിമുടി കയറുന്നുണ്ട്. എന്താ സുധ, എന്താ ബുദ്ധിമുട്ടിക്കാതെ പൊയ്ക്കേ എന്ന് പറയുമ്പോൾ, സുശീലയെ കാണാനല്ല സുശീലയുടെ അടുത്തോട്ട് വന്നിരിക്കുന്നു. മതി നിങ്ങളുടെ ഈ മറ്റുള്ളവരെ പറ്റിച്ചും കൊണ്ട് കല്യാണം ഓസിക്ക് നടത്തിയ നിങ്ങളുടെ പ്രവൃത്തി ഉണ്ടല്ലോ. അത് കേൾക്കുന്ന സുധന് പറയണേ, നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് നല്ല സങ്കടമായി. ഞാൻ ഒരിക്കലും എൻ്റെ മകളെ ഓസിക്ക് കല്യാണം നടത്തിയെന്നല്ല, എൻ്റെ മകളെ അന്തസ്സായി കെട്ടിച്ച് വിടണം എന്നുള്ള ആ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിന്നെക്കൊപ്പം നിൽക്കാതിരുന്നത്, നിൻ്റെ മകൻ സത്യ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിൻ്റെ മകനെ ആരും പെണ്ണ് കൊടുക്കാത്തത് പോലെ ആവില്ലേ, അതുകൊണ്ടാണ് എൻ്റെ മകളെ അവിടെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഉടൻ തന്നെ പ്രതിഭയുടെ അമ്മ പറയണേ, എന്താ സുശീല ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏറ്റവും കൂടുതൽ ഒരു അമ്മയ്ക്കുള്ള ആഗ്രഹം തൻ്റെ മകളുടെ കഴുത്തിൽ വേറൊരുത്തൻ താലി കെട്ടുന്നത് കാണാനാണ്. അതുപോലും കാണാനുള്ള ഒരു ഭാഗ്യമില്ലാത്ത ഒരു അമ്മയായിപ്പോയി. അപ്പോൾ സുധൻ പറയണത് ശരിയാണ് സുശീലെ, അതുമാത്രവുമല്ല, എൻ്റെ മകളുടെ കല്യാണം നടത്താനുള്ള പൈസയും അതുപോലെ സ്വർണ്ണമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതുമായാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, കൊടുക്കുക എന്നിങ്ങനെ തൻ്റെ ഭാര്യയോട് സുധൻ പറയണം. അങ്ങനെ സുധൻ്റെ ഭാര്യ ആ സ്വർണ്ണം എടുക്കുകയാണ്. ഇത് സുശീല 50 പവനുണ്ട്. അപ്പോഴേക്കും സുശീലയുടെ കൈകളിൽ ഒരു FD പേപ്പർ കൊടുത്തിട്ട്, ഇത് FD എൻ്റെ മകളുടെ പേരിൽ 5 ലക്ഷം ഇട്ടിട്ടുണ്ട്, ഇതെപ്പോൾ വേണമെങ്കിൽ സുശീലക്ക് വിഡ്രോ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സുശീലക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും സന്തോഷമാവുകയാണ്. അങ്ങനെ ഈ സമയം സുശീലയുടെ മനസ്സൊക്കെ ഒന്ന് അലിഞ്ഞു കിട്ടുക. അങ്ങനെ സുധനോട് പറയണേ, എന്തായാലും നിങ്ങളിവിടെ ഇരിക്കുക, ആ സംഭവങ്ങളൊക്കെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ സോന ഭാനുമ്മയോട് പറയണേ, എന്തായാലും കൊള്ളാം, അവർക്ക് കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട് എന്നിങ്ങനെ സോന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഭാനുമ്മ പെട്ടെന്ന് ഇവർ ഇനിയും സംസാരം തുടരാമെന്ന് കാണുമ്പോൾ ഭാനുമ്മ, സോനെ അവർ തമ്മിലുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞു, ഇനി അവർക്ക് വന്നവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാം, ആയിക്കോട്ടെ ഭാനുമ്മയെന്ന് പറയണം. അപ്പോൾ അവരുടെ സംസാരം അവിടെ നിർത്തുകയാണ്. അങ്ങനെ ഇവരുടെ ഇടയിലോട്ട് സോന കയറി വരികയാണ്. സോന പറയാണ്, അങ്കിളിന് ചായയോ കോഫിയോ വേണ്ടത്? എന്തായാലും ഞങ്ങൾ കുടിക്കും, ഞങ്ങളുടെ മകളുടെ വീട്ടിൽ നിന്നല്ലേ, അപ്പോൾ എന്തായാലും ഞങ്ങൾ കുടിക്കും എന്നൊക്കെ സുധൻ പറയാണ്. സുധന് കയ്യിലെടുക്കാനുള്ള കഴിവുണ്ടല്ലോ. അങ്ങനെ ഈ സമയം എന്നാൽ ഒരു സദ്യ തന്നെ ഒരുക്കുക, എന്തായാലും സന്തോഷമായി ഞങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രതിഭയും കൊണ്ടിട്ട് അടുക്കളയിലോട്ട് പോവാണ് കേട്ടോ. പിന്നീട് സുശീലയ്ക്ക് 50 പവന് 5 ലക്ഷമൊക്കെ കിട്ടിയപ്പോൾ പറയാൻ വാക്കുകളില്ല. ഈ സമയം ഇങ്ങനെ
ചീരുവിനെയും ഈ പറയുന്ന അമ്പിളിയാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്പിളി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിരു ആകെ ഞെട്ടാണ്. എന്നിട്ട് രഘുവേട്ടൻ പോയിട്ട് എന്താ പറഞ്ഞത്, നമ്മുടെ ദയയുടെ കാര്യം വലിയ കഷ്ടമാണ്, ദയ ഒരു ഭ്രാന്തിയെ പോലെ ഭ്രാന്താസ്പത്രി ജയിലിൽ കിടക്കുകയാണ് അത്ര, രഘുവേട്ടൻ പോലും കണ്ടില്ല, ശബരി മാത്രമേ അത് കണ്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ പ്രേതമല്ല, അത് ഒറിജിനൽ ആളാണെന്ന് ദയക്ക് ധരിപ്പിച്ച് കൊടുത്താൽ അവളുടെ അസുഖത്തിന് ഭേദമുണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിന് അവനെ കിട്ടണ്ടേ, അവനെ കിട്ടാനുള്ള ഓട്ടത്തിലാണ് രഘുവേട്ടൻ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എന്തായാലും വിനയനും ദാസും രഘുവൊക്കെയാണ് ചെയ്യുന്നത്. കാര്യം എന്താ പറയാനും വിനയനാണ് ഇതിലൊക്കെ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത്. എന്തായാലും നമ്മുടെ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. ഈ വയസ്സുകാലത്ത് ഇങ്ങനെയൊക്കെ അച്ഛന് നേരിടേണ്ടി വന്നല്ലോ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ അച്ഛനോട് പറയേണ്ടതെന്ന് ചിരി ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അമ്പിളി പറയണം അതൊന്നും പറയണ്ട, കാരണം അച്ഛന് വിഷമമാവും, ഒരിക്കലും തൻ്റെ മകൾ ഒരു ഭ്രാന്താസ്പത്രി കിടക്കുന്നത് കാണാൻ അച്ഛന് സഹിക്കില്ല, അതുകൊണ്ട് അച്ഛനോട് പറയണ്ട, ഇങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും വിനയനൊക്കെ പാടെ കൂടി മിഥുനെ പിടിക്കുമല്ലോ, അത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഓരോ ദിവസം ചെല്ലും തോറും അച്ഛന് ടെൻഷനാണ്. ഇനിയിപ്പോൾ 2-3 മാസം കഴിഞ്ഞാൽ നിൻ്റെ പ്രസവം നിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അച്ഛന് അതിലേറെ ടെൻഷനാവും. ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ ചീരി പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യുമോ, നിൻ്റെ ആർച്ചയും ഭദ്രയെയും അവരുടെ അച്ഛമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുമോ, എന്നാൽ ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്പിളി ചേച്ചി കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി, എന്നാൽ അത് വേണ്ട, അയാളെന്ന ആ കുനിഷ്ഠ ബുദ്ധിയും കുറുക്കൻ്റെ ബുദ്ധിയുള്ള അയാളെ എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് തന്നെ അയാളുടെ വാക്ക് എന്നിൽ പറയണ്ട. പിന്നെ എൻ്റെ മക്കൾ ആരുടെ അടുത്ത് വളരണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് കേൾക്കുന്ന അമ്പിളി പറയണേ, എടി നിൻ്റെ മക്കൾക്ക് അവർക്കും ഒരു സ്വാതന്ത്ര്യം, അവർക്കും ഒരു അവകാശം, അത് നീ ആലോചിക്കണ്ടേ, അതുകൊണ്ട് അവരുടെ അച്ഛമ്മയുടെ കൈകളിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അമ്പിളി ചേച്ചിയുടെ ലക്ഷ്മി മോൾ അങ്ങനെ കൊടുക്കുക, അതിന് എൻ്റെ മകൾക്ക് അച്ഛമ്മയില്ലല്ലോ, അതിന് ഈ ഓർക്കെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ആർക്ക് വളർത്താനോ ഒരു അമ്മയും കൊടുക്കില്ല, എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് തന്നെയാണ് വളരേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ അടുത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംസാരം ഇവിടെ നിർത്തിയേക്കെന്ന് പറയുമ്പോഴേക്കും സാവിത്രി ഓടി വരികയാണ് കേട്ടോ, സരോജിനി ഓടി വരികയാണ്. അങ്ങനെ സരോജിനി പറയുന്നത് മക്കളെ മാഷ അവിടെ ഇരിപ്പുണ്ട്, നിങ്ങളിങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേട്ട, പിന്നീട് അതാവും അദ്ദേഹത്തിൻ്റെ ടെൻഷൻ, എന്തായാലും ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തുമെന്ന് പറയാം കേട്ടോ. പിന്നീട് രഘുവിനെ എന്ന് കാണിക്കുന്നത് ദാസ് ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വിനയം വരികയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവനെ പിടിക്കാൻ ഒരു രക്ഷയുമില്ല, സൈബർ സെല്ലിലുള്ള ഫോൺ കോളാണ് ആ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ ലൊക്കേഷൻ വെച്ച് പിടിക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ വിനയനോട് രഘു പറയണേ, ഇനി ഒരു കാര്യം ചെയ്യുക, ആൻ്റണിക്കൊന്ന് വിളിച്ച് നോക്കുമെന്ന് പറയണേ, അത് ശരിയാണല്ലോ എന്ന് പറയണേ, ആൻ്റണിക്ക് വിളിക്കണം. അപ്പോൾ അവരുടെ കോൾ ഇങ്ങനെ ബിസി ആവുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ രഘുവിനോട് വന്നിട്ട് വിനയം പറയണേ, അവൻ്റെ കോള് ബിസിയാണ്, എന്തായാലും അവൻ എവിടെയാണ് ഉള്ളത് നിനക്കറിയില്ല, എനിക്കറിയാം, എന്നാൽ നമുക്ക് അവൻ്റെ വീട്ടിലൊന്ന് തപ്പിയാലോ എന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് യാത്രയാവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ആൻ്റണിക്ക് ഒരു ഫോൺ കോൾ വന്നിരിക്കുകയാണ്, ഇനി മിഥുനെ നിൻ്റെ കൂടെ നിർത്തുന്നത് നിനക്ക് ആപത്താണ്, ഇനി പെട്ടെന്ന് അവനെ കൈയൊഴിഞ്ഞേക്കെന്ന് പറയുമ്പോൾ ശരിയാണല്ലോ, ഞാനെന്തിനാ അപ്പോൾ എനിക്കൊരു ലാഭവും ഇല്ലാത്ത കേസിൽ അവനെ പിടിച്ച് നിർത്തുന്നത്, അതുകൊണ്ട് ഞാൻ അവനെ കൈയൊഴിയുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മിഥുനെ വിളിച്ചു കൊണ്ടെത്താണ് കേട്ടോ. എടാ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ രാത്രി കാലങ്ങളിൽ നിൻ്റെ സഞ്ചാരം പകൽ ഇനി എൻ്റെ കൂടെ, അത് എനിക്ക് ആപത്താണ്, നിന്നെ പിടിക്കാൻ ആരൊക്കെ വരുന്നുണ്ട് എന്നൊരു ന്യൂസ് കേട്ടതുകൊണ്ട് നീ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പെട്ടിയൊക്കെ ബാക്ക് ചെയ്യുമ്പോഴേക്കും ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ രഘുവും വിനയനും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻ്റണിയുടെ ആ ഡോറിൽ അങ്ങ് തട്ടുമ്പോൾ നന്ദുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ആയിരിക്കും കേട്ടോ. അത് കാണുന്ന രഘു ആകെ ഞെട്ടിപ്പോവാണ്. നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ, അപ്പോൾ നിനക്ക് മിഥുനുമായി ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മിഥുനുമായൊന്നും ബന്ധമില്ല, എന്നെ ഇതിലോട്ട് വലിച്ചഴക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പറയടാ എന്ന് പറയുമ്പോഴേക്കും ഇപ്പുറത്ത് കൂടെ ഈ മിഥുൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഈ ഒരു ഫോട്ടോഗ്രാഫറെ അടിച്ചിട്ടിട്ട് രഘു വിനയനെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ ആരെയും തന്നെ കാണുന്നില്ല. എന്നാൽ ഈ സമയം സത്യൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സുധനും പ്രതിഭയൊക്കെ കൂടി ഇറങ്ങുകയാണ്. അങ്ങനെ സുധൻ പറയും, സുശീല നിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റ് ഉണ്ട്, സോനെ നിൻ്റെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ, അയ്യോ ഇതിൽ എന്നെ കൂട്ടുപിടിക്കണ്ട, നിങ്ങളുടെ മകൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കേട്ട് സുശീല വരികയാണ്. അപ്പോഴേക്കും സുധൻ വാക്കുകൾ കൊണ്ട് മാറ്റാണ്, എന്താണ് എൻ്റെ മോള് ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാര്യം എന്ത് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് അവർക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിൻ്റെ കൈപ്പുണ്യമാണ് എൻ്റെ മോൾക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സത്യൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം എന്നാൽ ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ്. സുശീല നീ നിൻ്റെ മകനെ വിരുന്നിന് വിടണം, അതിനും കൂടിയാണ് വന്നത്, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സുശീല പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഈ സമയം സുധനങ്ങ് പോയ ഉടനെ തന്നെ സുശീലയോട് വന്നിട്ട് സത്യം പറയണ, അമ്മേ പ്രതിഭയുടെ അച്ഛൻ തന്ന പണവും ഈ പറയുന്ന സ്വർണവും എനിക്ക് തരണം. അത് കേട്ട ഉടനെ അതെന്തിനാടാ, സച്ചി സാറിന് കൊടുക്കാനുള്ള പണം കൊടുക്കാനാണ്, അതെന്തിനാ നീ ആ കടബാധ്യത സ്വീകരിക്കുന്നത്, നിനക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ ഏട്ടനാണ് അത് മേടിച്ചിട്ടുള്ളത്, ഏട്ടനാണ് 25 ലക്ഷം മേടിച്ചത്, വെറുതെ അമ്മ ഓരോന്നും പറയണ്ട. അപ്പോൾ ഇങ്ങനെ പ്രതിഭയുടെ മുഖം ഇങ്ങനെ മാറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ വെറുതെ ഓരോന്ന് അമ്മ പറയാൻ നിൽക്കേണ്ട, 15 ലക്ഷം രൂപ
അമ്മ രവിക്ക് കൊണ്ടു കൊടുത്ത് ഓർക്കുന്നുണ്ട്. ബാക്കിയല്ലേ കല്യാണ ചെലവിലോട്ട് എടുത്തത്. അവനല്ലേ ചിലവാക്കിയത്. സാധാരണ അനിയൻ്റെ കല്യാണം നടത്തേണ്ടത് ഏട്ടൻ തന്നെയാണ്. അതിപ്പോൾ അത്ര വല്ലാതെ പറയാനൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ സോന അതിൽ കയറി ഇടപെടുകയാണ്. ഇന്ദ്രേട്ടന് വെറുതെ ഓരോ ഭാരങ്ങൾ അമ്മ കെട്ടിവെച്ച് കൊടുക്കേണ്ട. ഇന്ദ്രേട്ടനല്ല ഈ കടബാധ്യതകളൊന്നും ഉണ്ടാക്കിയത്. ഈ 15 ലക്ഷം രൂപ സത്യേട്ടനും ഈ പറയുന്ന ശ്യാമേട്ടനുമാണ്. അവർ രണ്ടാളാണ് ട്രാവൽസ് നോക്കുന്നത്. അവിടെ വന്ന കടമാണ്. ആ കടം തീർക്കേണ്ട ഉത്തരവാദിത്വം ഇവരുടേതാണ്, അല്ലാതെ മറ്റുള്ളവരുടേതല്ല. അതുകൊണ്ട് ഈ കടം ഇവർ തീർക്കട്ടെ. അപ്പോൾ സത്യം പറയണേ, അമ്മ എന്ത് പറഞ്ഞാലും ശരി ഇന്ദ്രേട്ടനെ ഇതിലോട്ട് വലിച്ചെടുക്കാൻ സമ്മതിക്കില്ല. നീ എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത്? അവൻ്റെ ഭാര്യ വിചാരിച്ച ഇതിനൊക്കെ ഒരു അറുതി ആവില്ലേ എന്ന് പറയുമ്പോൾ അറുതിയൊക്കെ ആവുമായിരിക്കും. പക്ഷേ ഇന്ദ്രേട്ടനെ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിക്കുക ഇനിയും വിട്ടുകൊടുക്കണം. അതിന് ഞാൻ എന്തായാലും അനിയൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ നീ എന്ത് പറഞ്ഞാലും ഞാൻ ആ സ്വർണ്ണം തരില്ല എന്ന് പറഞ്ഞ് സുശീൽ അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സത്യം മുന്നിലോട്ട് പോകുമ്പോൾ പ്രതിഭ മുഖമൊക്കെ മാറി മറിഞ്ഞ് പ്രതിഭ സത്യൻ്റെ പിറകെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം സോനയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ഭാവത്തിലിരിക്കുകയാണ്. പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത്. മഞ്ചാടിയും ഈ പറയുന്ന അനുപമയും ഇന്ദ്രനും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചോദിക്കാൻ, നീ പറഞ്ഞോ മഞ്ചാടിയോട്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ദ്രേട്ടൻ തന്നെ പറഞ്ഞു. ഇന്ദ്രേട്ടനോടല്ലേ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്ദ്രേട്ടൻ പറഞ്ഞു എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ എന്താ പ്രശ്നം എന്ന് മഞ്ചാടി ചോദിക്കുകയാണ്. ജീവരാജിൻ്റെ കേസിനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് മഞ്ചാടി ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ്. ജീവരാജിൻ്റെ കേസ് എന്തായാലും പിൻവലിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് അവർ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. സച്ചിയും കുടുംബവും എന്താ ഡിമാൻഡ് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെയും ഗോകുലിൻ്റെയും ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും നടത്തണമെന്ന ഡിമാൻഡാണ്. അത് കേട്ടോടെ തന്നെ മഞ്ചാടി പറയുകയാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, അത് നടക്കില്ല. ഞാൻ എന്നോ പറഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ പഠിപ്പാണ് വലുത്. അത് ഗോകുലേട്ടനെ സംബന്ധിച്ചതാണ്. എൻ്റെ പഠിപ്പ്, ആ പഠിപ്പ് നടക്കണം. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഉറപ്പിക്കൽ എന്നൊക്കെ പറയാൻ മഞ്ചാടി ഒഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ അങ്ങ് പോകുമ്പോൾ അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇവർക്ക് ഏകദേശം മനസ്സിലാവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ചിരുവിനെയാണ് കാണിക്കുന്നത്. ചിരു വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അമ്പലി കയറി വരികയാണ്. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ മോളെ, നിൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാനോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല ഈ ചേച്ചി പറയുന്നത്. ചേച്ചി നിൻ്റെ ഭാവിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കാലം ജീവിച്ചത്. അതുകൊണ്ട് മോളെ, നീ ഇങ്ങനെ ഇടപെടുന്നതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കലേ, നീ മറ്റുള്ളവരെ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ചേച്ചി വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇങ്ങനെ പോയാലേ ഈ കാര്യം പറയുമ്പോൾ അത് എനിക്ക് കേൾക്കാൻ വലിയ താല്പര്യമില്ലാഞ്ഞിട്ടാണ് ചേച്ചി. എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്പിളി ഞാൻ നിർത്തി എന്ന് പറയാണ്. എന്നാൽ ഈ സമയം രഘു കയറി വരികയാണ്. അപ്പോൾ രഘുവിനെ കണ്ടവിടെ തന്നെ എന്തായി പോയ കാര്യം എന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മളെ ദയുടെ കാര്യം വലിയ കഷ്ടമാണ്. ഇനി എന്താ ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഞാൻ അവളെ കാണാൻ നിൽക്കൊന്നും ചെയ്തില്ല. എന്തായാലും അവനെ കിട്ടിയിട്ടില്ല. അവനെ കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ ബാത്റൂമിൽ കയറി പൊട്ടി കരയാണ്. അപ്പോഴും ലംബോദരൻ എന്താണ് ഇത്രയും നേരമായിട്ട് നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇത് വരുന്നു അമ്മാവ എന്ന് പറയണേ. അങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ ഇങ്ങനെ നടുവേദനിക്കുന്നത് പോലെ കാണിക്കുകയാണ്. എടാ, നിനക്ക് കിട്ടിയിരിക്കുന്നത് 1.5 അടിയാണ്. അതുകൊണ്ട് നീ ഒഴിച്ചിലോ എന്തെങ്കിലും നടത്തുന്നത് നല്ലതാണ്. ഇത് ഒഴിഞ്ഞാലൊന്നും പോവില്ല. മനസ്സിന് മുറിവേറ്റത് എങ്ങനെ ഒഴിഞ്ഞാൽ പോവും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ടിട്ട് ലതിക കയറി വരികയാണ്. അങ്ങനെ ലതിക പറയണേ, മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട, നിന്നെ മനസ്സിലാക്കാൻ നിൻ്റെ ഭാര്യ എത്തും. എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല അമ്മേ. ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ ഒരു നന്മ ചെയ്താൽ അത് പുറത്ത് പറയാൻ ആരും ഉണ്ടാവില്ല. അത് അമ്മ മനസ്സിലാക്കണം. എന്തായാലും ഞാൻ ചിരുവിന് ഒരിക്കലും ബുദ്ധിമുട്ടായി നിൽക്കില്ല. ചിരുവിൻ്റെ പ്രസവം അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കില്ല. ഞാനിനി പോവുകയാണ്. എങ്ങോട്ട്? പഴയതുപോലെ തന്നെ ഗൾഫിലോട്ട്. ഞാൻ അകന്നാലെങ്കിലും എൻ്റെ വില എന്തെന്ന് ചിരു മനസ്സിലാക്കും. ചിരു എന്നെ മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ ലംബോദരൻ പറയണ, ഒരിക്കലും മോനെ നീ അതൊന്നും വേണ്ട. നീ ചീരുവിനെ അന്വേഷിച്ച് ഇനി പോവരുത്. ചീരു നിന്നെ അന്വേഷിച്ച് നിന്നെ മനസ്സിലാക്കി അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരും. ആ നാളെ നിനക്ക് എത്തും. എനിക്ക് തോന്നുന്നില്ല അമ്മാവ. വെറുതെ നിങ്ങൾ വാക്കുകൾ കൊണ്ട് എന്നെ മോഹിപ്പിക്കാതെ എന്ന് പറയുമ്പോൾ, വാക്കുകൾ കൊണ്ടല്ല മോനെ, ഞങ്ങൾ സത്യമാണ് നിന്നോട് പറയുന്നത്. ഈ അമ്മയുടെ വാക്കിനെയും വില കൊടുക്കണം. അമ്മയുടെ വാക്ക് ഇതുവരെ ഒന്നും പിഴച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നിന്നെ തിരക്കി നിൻ്റെ ഭാര്യ ഇവിടെ എത്തുമെന്ന് പറയുമ്പോൾ വിനയനിങ്ങനെ പൊട്ടിക്കരയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു കഥ വന്നിരിക്കുന്നത്.